വണ്ടിയിൽ ഒരൗട്ടും ഇല്ല. CS അച്യുതാനന്ദന്റെ വിലാപയാത്ര കടന്നു പോവുകയാണ്. കഴക്കൂട്ടത്തേക്കാണ് വിലാപയാത്ര ഇനി എത്തിച്ചേരേണ്ടത്. വലിയ ആൾക്കൂട്ടം തന്നെ VS-ന് ഒരു നോക്ക് കാണാൻ കഴക്കൂട്ടത്ത് കേന്ദ്രീകരിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊരു അന്തിമയാത്രയാണ്. VS-നെ ഇനി ഒരിക്കൽ കൂടി കാണുക എന്നത് ഈ ജീവിത കാലഘട്ടത്തിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവുണ്ട്. കഴിയുന്നിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് ആ വിലാപയാത്രയ്ക്ക് അകമ്പടിയായി നടന്നു തുടങ്ങിയ മനുഷ്യർ ഇപ്പോഴും ആ കൂട്ടത്തിലുണ്ട്. കഴിയുന്നിടത്തോളം VS-നെ അനുഗമിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. തങ്ങളുടെ സഖാവിനൊപ്പം നടന്നു തീർക്കാൻ കഴിയുന്ന ദൂരങ്ങൾ എണ്ണപ്പെട്ടതാണ് എന്ന് തിരിച്ചറിവുണ്ട്. ആ വേദനയും പേറിയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. കണ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ആശ്രയമില്ലാത്തവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അനവധിയുണ്ട്. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങളിൽ വള്ളവും വലയും നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനകൾ, പ്രാദേശികമായി സംഘടിപ്പിച്ചു നൽകാൻ കഴിയുന്ന ധനസഹായത്തിനപ്പുറത്തേക്ക് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുന്നത് നിരന്തരം ആലോചിച്ച VS കാർഷിക പ്രസ്ഥാനങ്ങളുമായി, കുട്ടനാട്ടിലെ അടക്കം തൊഴിലാളികളുടെ വേദനകളുമായി ബന്ധപ്പെട്ട്, നെല്ല് സമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, കാർഷിക കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ VS ഇടപെട്ടുകൊണ്ടേയിരുന്ന ചരിത്രം ഓർമ്മയുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആലംബമില്ലാത്തവരും അർഹമായത് കിട്ടാത്തതും അവഗണിക്കപ്പെട്ടു പോയവരും എല്ലാം ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അവർക്ക് VS എന്നും VS-ന്റെ ഓർമ്മകളെങ്കിലും എന്നും ഒപ്പമുണ്ടാകണമെന്ന നിർബന്ധവുമുണ്ട്. മാധവ്, VS മുഖ്യമന്ത്രിയായ സമയത്ത് 2006 ആദ്യമായി അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയാണ്, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും പലപ്പോഴും ഒരു സമര നേതാവിനെ പോലെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും തൻ്റെ അധികാരത്തെക്കാൾ ഉപരി എല്ലാത്തിനും മുകളിൽ ജനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. പലപ്പോഴും അത് ചിലപ്പോൾ ആലപ്പുഴയുടെ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കാം. ആലപ്പുഴയുടെ ആ കുട്ടനാട്ടിലെ ചെളിമണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാലെടുത്ത് ചവിട്ടുമ്പോൾ വീണ്ടും താഴേക്ക് പോകാം. അടുത്ത കാലെടുത്ത് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ഊർജ്ജം നൽകുന്ന മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ഒരു ആർജവത്തോടുകൂടി, ഇത്രത്തോളം ധൈര്യത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നത്. പല സമയങ്ങളിലും പല നേതാക്കന്മാർക്കും ചില വിഷയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ആ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും താൻ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാത്ത ഒരു ജനനായകൻ, ആ ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അദ്ദേഹം ഈ വഴിത്താരയിലൂടെ എത്രയോ തവണ സഞ്ചരിച്ചതാണ്, എത്രയോ തവണ അദ്ദേഹം ഈ വഴിത്താരയിലൂടെ കടന്നുപോയതാണ്. അതിലൂടെ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ, റെഡ് വോളണ്ടിയർമാരടക്കമുള്ള ആൾക്കാർ സജീവമായി തന്നെ ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സജീവമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കഴക്കൂട്ടത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്ന ഒരു പ്രദേശം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരൊക്കെ തന്നെ കൂടുതലായി ഇവിടേക്ക് എത്തുന്നു. വിഴിഞ്ഞം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉള്ള ആൾക്കാർ കൂടുതലായി ഇവിടേക്ക് എത്തി അവരുടെ പ്രിയ നേതാവിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചേട്ടാ, വർഷങ്ങളോളം ഒരു ഈ നേതാവിനെ നേരിട്ട് കണ്ട ഒരാളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. മാസ്റ്റർ പാർട്ടിയുടെ ഒരു തെറ്റ് കണ്ടാലും തിരുത്താൻ എന്തൊരു നേതാവില്ല. VS ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. VS-ന് വയ്യാതായതിനു ശേഷം ഇപ്പം ഇനി അങ്ങോട്ടില്ല വിമർശിക്കാൻ. പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശനങ്ങൾ കൊണ്ട് നേരെയാക്കാൻ നോക്കുന്ന ഒരു തെറ്റുതിരുത്തൽ ശക്തിയായിട്ട് നിന്ന ഒരു നേതാവ് ഇനി ഇല്ല. അത് തീർച്ചയായിട്ടും മാസ്റ്റർ പാർട്ടി തന്നെ എന്തുകൊണ്ടൊരു നേതാവ് ഇനി വരാൻ സാധ്യത കുറവാണ്. എല്ലാ കാര്യത്തിലും നോക്കിയാലും എല്ലാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു തെറ്റുതിരുത്താൻ ഒരു നേതാവില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ആണ് അദ്ദേഹം പറയാനുണ്ട്. അല്ല, VS-നെ പരിചയമുണ്ടോ? നേരത്തെ പരിചയമുണ്ടായിരുന്നു. എന്താ ഒരു ഓർമ്മ? എനിക്ക് നമ്മൾ സർക്കാർ വീടുന്നത് ഈ സർക്കാർ കാണിച്ചില്ല, വീട് കാണിച്ചില്ല. അതുതന്നെയാണ് VS-നോട് പലതരത്തിലുള്ള പല ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വീഡിയോകളുണ്ട്, ചിത്രങ്ങളുണ്ട്. അവയൊക്കെ തന്നെ കാട്ടിത്തരികയാണ്. VS-മായിട്ടൊപ്പമുള്ള വീഡിയോയും ദൃശ്യങ്ങളുമൊക്കെ തന്നെ കാട്ടിത്തരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പല നേതാക്കന്മാരും ഇവിടെ എത്തി ആ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി, ആ പ്രിയ നേതാവിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം തന്നെ പുഷ്പചക്രങ്ങളുമായി, പൂക്കളുമായി അവർ അവസാനമായി റെഡ് സല്യൂട്ട് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. VS-നെ കാണാൻ കാത്തിരിക്കുക. അത് കാണാൻ തന്നെയാണ് ഇരിക്കുന്നത്. അത് കണ്ടാലും ശരി, ഇപ്പോൾ
ഒരു മനുഷ്യനാണിവിടെ വന്നു. എത്ര ക്ഷീണിച്ചാലും അദ്ദേഹത്തെ കണ്ടതാണ്. ഇതുപോലൊരു നേതാവിനി ഉണ്ടാവുമോ? ജനിക്കണം. ജനിച്ചാൽ എങ്ങനെ അറിയാം? ഇല്ല. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ കാര്യമില്ല. വീട്ടിലെ പകരം വയ്ക്കാൻ വീട്ടിലെ കാര്യം ആരും. പ്രായാധിക്യമുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ പരിധി വിടുന്നതിന് മുൻപ് 75 വയസ്സുള്ളൊരു അമ്മ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ അമ്മ പ്രതികരണം തുടങ്ങിയത്. അങ്ങനെയുള്ള ഓർമ്മകൾ ആ പ്രായത്തിലുള്ള മനുഷ്യർക്ക് VS-നെ കുറിച്ചുള്ള എത്ര ഓർമ്മകൾ ഉണ്ടായിരിക്കും. VS-ന്റെ എത്ര രൂപങ്ങൾ, എത്ര ഭാവങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ആ ഓർമ്മകളൊക്കെ വീണ്ടെടുത്ത് നമ്മളിങ്ങനെ ആ യാത്രയുടെ ഭാഗമാവും.